Yalla habibi, so good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഹാഷിറേ കുറച്ചു നേരം മുമ്പ് ഞാൻ നമ്മുടെ ഹാഷിറിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഹാഷിറിനെ ഓൾറെഡി ഒരുപാട് ആളുകൾക്ക് അറിയായിരിക്കും. എന്നാലും അറിയാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറയാം. പുള്ളി യൂട്യൂബിലെ ഒരു ക്രിയേറ്ററാണ്. ഇപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കിടക്കാം. പുള്ളി ഇപ്പോഴത്തെ ആ ഒരു വീഡിയോൻ്റെ അകത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ മുമ്പ് ഞാനൊരു കോണ്ടൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ആ കോണ്ടന്റിന് വലിയ വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കോണ്ടന്റ് അധികം ആളുകളിലേക്കൊന്നും ആക്ച്വലി എത്തിയില്ല. ഇപ്പോൾ ഹാഷിറിൻ്റെ വീഡിയോൻ്റെ അകത്ത് ഹാഷിർ തന്നെ ആ ഒരു സംഭവം പറയുന്നത് കേട്ട സമയത്ത് ഞാൻ കരുതി എന്നാൽ പിന്നെ പുള്ളി പറഞ്ഞ കാര്യം കൂടി ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ അകത്തൊന്ന് കൂട്ടി യോജിപ്പിക്കാമെന്ന്. അപ്പോൾ നമുക്ക് അതിലേക്ക് എത്താം. അപ്പോൾ ആദ്യം ഹാഷിർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കൂ. ഓക്കെ, ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. അതായത് എന്നെ ഇങ്ങോട്ടൊന്നും ഒരുത്തൻ ചീത്ത വിളിച്ചാൽ എനിക്ക് തിരിച്ച് ചീത്ത വിളിക്കാൻ പറ്റും. അതുകൊണ്ട് ചില ആൾക്കാർ ഇടുന്ന ക്യാപ്ഷൻസ് ഒക്കെ അങ്ങനെയാണ്. അതായത് നിങ്ങൾ അതിനകത്ത് കമന്റ് ചെയ്യണം. അപ്പൊ നമ്മളെ ഫോട്ടോ ഒക്കെ തന്നിട്ട് ഏതെങ്കിലും നല്ല നടന്മാർ, അതായത് വലിയ വലിയ നടന്മാരും വലിയ വലിയ ആൾക്കാരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും. അപ്പൊ നടക്കുന്ന എന്താണ്, ഈ പൊട്ടന്മാർ, അതായത് വിവരം ഇല്ലാത്തവന്മാർ എന്ത് ചെയ്യുന്നറിയോ, അതിൽ കയറിയിട്ട് നമ്മളെ ചൊറിയും. ഈ ഇവന്മാരെ ഇതിന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇവന്മാർ ആരെങ്കിലും ആയോ? ആ പൊട്ടന്മാരെ നിന്നെയൊക്കെ അതിന് ഉണർത്താൻ വേണ്ടിയാണ് ഇവന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. സത്യം, ഒരുവിധം വിവരമുള്ളവരൊക്കെ അല്ലേ, അത് അവരെ ജോലിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അതിൽ കയറി ഏറ്റുപിടിച്ചിട്ട് നമ്മളെടുത്ത് ഒന്ന് സംസാരിക്കും. ഈ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ യൂട്യൂബിൻ്റെ അകത്ത് ഓഫ് കോഴ്സ് ഈ തൊലിഞ്ഞ മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്യാപ്ഷൻ ഇട്ട് അവരതെന്ന് പറയുന്ന ടീമുകളുണ്ട്. അതിനാണല്ലോ നമ്മൾ ഗോസിപ്പ് ചാനൽസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് ടീമുകൾ ആക്ച്വലി ഉണ്ട്, യൂട്യൂബിൻ്റെ അകത്തുണ്ട്. അതേപോലെ ഈ ക്യാപ്ഷൻ കൊണ്ട് തിരട് കളിക്കുന്ന ടീമുകൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ഉണ്ട്. ബട്ട് ഇമാതിരത്തെ അപരാധങ്ങൾ കാണിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകളെ ഞാൻ കണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ അകത്താണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഈ FBക്കകത്ത് ഒരുപാട് പേജുകളുണ്ട്. അതിങ്ങനെ തുറന്നു വെച്ചിട്ട് കുറേ തൊലിഞ്ഞവന്മാർ അഡ്മിനാണെന്നും പറഞ്ഞ് ഇരിക്കുന്നുണ്ടാവും. ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടന്മാർ ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിയ വാര്യർ എനിക്കിഷ്ടമാണ്, ഒരുപാട് ആളുകൾക്കൊക്കെ ഇഷ്ടമാണ്. ബട്ട് കുറേ ആളുകൾക്കൊന്നും പുള്ളിക്കാരിയോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്തോ ഒരു ചൊറിച്ചിൽ പുള്ളിക്കാരി കാണുമ്പോൾ ചില ആളുകൾക്കൊക്കെ ആക്ച്വലി ഉണ്ട്. അപ്പോൾ അത് ചില ഇമ്മാരത്തെ പേജും തുറന്നു വെച്ചിരിക്കുന്ന കിഴങ്ങന്മാർക്ക് അറിയാം. അത് ഇവർ അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയ വാര്യർ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് വളരെ നോർമലായിട്ട് അവരുടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടാവും. അവരുടെ എന്തെങ്കിലും മൊമെൻറ്റ് ഫോട്ടോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും വിത്തൗട്ട് എന്താ പറയുക എനി ക്യാപ്ഷൻ. ഈ അഡ്മിൻ ആൾക്കാർ ഈ ഫോട്ടോ എടുത്തിട്ട് നേരെ ഇവരുടെ പേജിലേക്ക് അങ്ങ് അപ്ലോഡ് ചെയ്യും. പക്ഷേ ഇവർ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ കുഴപ്പം, ക്യാപ്ഷൻ വരും. എങ്ങനെ, അതീവ സുന്ദരിയായി പ്രിയ വാര്യർ, ഹോട്ട് ലുക്കിൽ പ്രിയ വാര്യർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പം ഈ അഡ്മിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ വെറുക്കുന്ന ആളുകൾ വന്നിട്ട് ചീത്തയും തെറിയും വിളിക്കും എന്നുള്ളതാണ്. കുറേ ആൾക്കാർ വന്നിട്ട് ആംഗ്രി സിമ്പിളും ചിരിക്കുന്ന സിമ്പിളും ഒക്കെ ഇട്ടിട്ട് പോവുമല്ലോ. പിന്നെ കമൻറ്റ് ബോക്സിൽ പൂരെ ചീത്തവിളി തെറിവിളി പരിപാടികൾ. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ അല്ലേ, അഡ്മിൻ്റെ ചിന്ത അതാണ്. ആൾക്കാർ വന്ന് ചീത്ത വിളിക്കുകയെ തെറി വിളിക്കുകയെ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് പോട്ടെ. നമുക്ക് എന്താണ് ആ പർട്ടിക്കുലർ പോസ്റ്റിനും ആ പർട്ടിക്കുലർ പേജിനും എൻഗേജ്മെൻറ്റ് ഉണ്ടാവുക, കൂടുതൽ റീച്ച് ഉണ്ടാക്കുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ്. ഇവിടെ തെറിയും തുപ്പും ചീത്തയും കേൾക്കേണ്ടി വരുന്നത് പാവം പിടിച്ച ഈ പറഞ്ഞ നടന്മാർ, അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, അത് പോപ്പുലർ ആയവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവരിരുന്ന് ചീത്ത കേൾക്കുക. ഇവർ ഈ പറഞ്ഞ അപരാധങ്ങൾ കാണിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന സംഗതികളാണ്. ഇപ്പോൾ അതീവ സുന്ദരിയായി പ്രിയ വാര്യർ, അല്ലെങ്കിൽ അതീവ സുന്ദരിയായിട്ട് ഹണി റോസ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലാട്ടോ ക്യാപ്ഷൻസ്, ഹോട്ട് ലുക്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്ന ഈ ഹാഷിർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഹാഷിർ പറഞ്ഞ അതേ പരിപാടി തന്നെ ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ വേട്ടാവളിയന്മാരുണ്ട്, വിവരം കെട്ടവന്മാർ, ബുദ്ധിയില്ലാത്തവന്മാർ. ഇവർക്ക് ചിന്തിച്ചാൽ മനസ്സിലായിക്കൂടെ, ഇവർക്ക് ചിന്തിക്കാനുള്ള വിവരമൊന്നുമില്ല. ഇവരിങ്ങനെ ഒരു ക്യാപ്ഷൻ ഒരു പേജിൽ അങ്ങ് കാണുന്നു, ഈ നടന്മാരുടെ ഫോട്ടോയും കാണുന്നു, അതിന് താഴെ പോയിട്ട് എന്താ പറയുക, ഇവളെന്ത് ലുക്ക് എന്നാണ് പറയുന്നത്, ഇതാണ് ഹോട്ട് ലുക്ക്, അയ്യേ ഛേ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള തെറിവിളികൾ പരിപാടികൾ. എന്നാൽ പിന്നെ ഇവർക്ക് ചിന്തിക്കാനുള്ള ശേഷി വേണ്ടേ? ഈ പറഞ്ഞ പോസ്റ്റ് ഇടുന്ന ആളുകൾ
ഈ കഴങ്ങന്മാരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചീത്ത വിളിപ്പിച്ച് ഇൻട്രാക്ഷൻ കൂട്ടിയിട്ട് അവർ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇവർ ഈ പണി കാണിക്കണം എന്നുള്ളത്. ഈ ചീത്തയും തെറിയും വിളിച്ചിട്ട് സമയം കളയുന്ന വടലകൾക്ക് ആക്ച്വലി അറിയുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അത് വല്ലാത്തൊരു റിയാലിറ്റിയാണ്. അത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന് തുടങ്ങിയ പരിപാടി ഒന്നല്ലെന്നേ, കൊല്ലങ്ങളായിട്ട് നടക്കുന്ന പരിപാടി. അത് ഞാൻ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് 1-2 കൊല്ലം മുമ്പ് എങ്ങാണ്ടോ സംസാരിച്ചിട്ട് എവിടെയോ ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ആക്ച്വലി ഇട്ടിട്ടുണ്ട്. ആ ഒരു ജസ്റ്റ് ഫണ്ണായിട്ട് ചെയ്തൊരു വീഡിയോ ആണത്. ഇപ്പോഴും ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം പോലും ഫേസ്ബുക്കിൻ്റെ അകത്ത് പല പേജുകളിലും ഇമാതിരത്തെ കളങ്ങുണ പരിപാടികൾ ആക്ച്വലി നടക്കുന്നുണ്ട്. ആളുകളെ കൊണ്ട് മറ്റുള്ളവരെ തെറി വിളിപ്പിച്ചിട്ട് പേജിന് റീച്ച് കൂട്ടുക എന്നുള്ളൊരു സാധനം. ഇപ്പം നെസ്ലൻ ഗഫൂർ, നമ്മുടെ സിനിമാടൻ, അവന് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിനെ. പക്ഷേ ഒരു സൈക്കോളജി ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള അപരാധം പിടിച്ച അഡ്മിന്മാരുടെ ഒരു അപരാധിച്ച പരിപാടി ഉണ്ടല്ലോ. എന്താണ് ഇപ്പം നെസ്ലൻ ഒരു നടൻ എൻ്റെ പടം വെച്ച് വേറൊരു ജനപ്രിയൻ്റെ നടൻ്റെ വല്ല ഫോട്ടോസ് തുടങ്ങി വെച്ചിട്ട് നെസ്ലൻ ഇതാ നീ അടുത്ത ഇന്ന നടൻ്റെ സ്ഥാനത്തേക്ക് ഇന്ന നടനെ കടത്തി വെട്ടുന്നു, ഇതാ ഇന്ന നടനെ പോലെ തന്നെയുള്ള പെർഫോമൻസ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കും. അപ്പോൾ ഇതിൽ ഹാഷിർ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ പോയിട്ട് അവിടെ ഇത് ചിന്തിക്കാണ്ട് തെറി വിളിപ്പിക്കാണെന്നുള്ളത് മനസ്സിലാക്കാൻ അവിടെ പോയിട്ട് ഇവനൊക്കെ ഇപ്പോൾ വന്ന ചള്ളി ചേക്കാൻ, ഇവനൊക്കെ ആരറിയണേ, അത്രയ്ക്കൊന്നും ആയിട്ടൊന്നുമില്ല, ഇവൻ ആരാ ഈ സാധനം ഈ ആരാ എന്ന് ചോദിക്കണവന്മാര് വലിയ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണോ, എനിക്ക് ഇവനെ ഒന്നും അറിയില്ല എന്നുള്ളൊരു സംഭവം വലിയ മാസം എന്നൊക്കെ വിചാരം. അപ്പോൾ ഇവരൊക്കെ ആരാണ്, അല്ലെങ്കിലും ഇവരെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംഭവമൊക്കെ കാണിച്ചിട്ടൊക്കെ പോകും. പൊട്ടന്മാരാണ് ഈ പരിപാടി കാണിക്കുന്നത്. അഡ്മിന്മാർ ബുദ്ധിമാന്മാരാട്ടോ, അവരെ ഞാൻ ഒരിക്കലും മണ്ടന്മാരെന്ന് പറയില്ല. ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാരെ പൊട്ടന്മാരെന്ന് ഞാൻ പറയില്ല. അവർ ബുദ്ധിമാന്മാരാണ്. അവർ എന്താണ് പറയുക, അവർക്ക് ആ പേജ് എങ്ങനെ FBക്കകത്ത് റീച്ചാക്കി എടുക്കണം, എങ്ങനെ പണിയെടുക്കണം എന്നുള്ളത് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ കുറേ കോമൺ സെൻസ് ഇല്ലാത്ത വിവരം കെട്ട വേട്ടാവളിയന്മാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ക്യാപ്ഷനും പോസ്റ്റുകളും പരിപാടിയൊക്കെ ആയിട്ട് ആക്ച്വലി വരുന്നതെന്നുള്ളതാണ്. നല്ല കോമഡിയാണെന്നേ, കുറേ ക്യാപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തെടുത്തിട്ട് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. കുറേ സാധനങ്ങളുണ്ട്. പല നടന്മാരുടെ പരിപാടികളൊക്കെ വെച്ചിട്ട് പല തരത്തിലുള്ള സിറ്റുവേഷണലായിട്ടുള്ളൊക്കെ ആളുകൾ തള്ളിക്കളയും. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസിൻ്റെ അകത്തേക്ക് പോയ സമയത്ത് നമുക്കറിയാം എന്താണ് പുള്ളിക്ക് ഭയങ്കര ഹേറ്റേഴ്സ് ആയിരുന്നു. സീക്രട്ട് ഏജൻറ്റിന് ഭയങ്കര ഹേറ്റേഴ്സായി. പുറത്ത് വന്നപ്പോഴേക്കും ഫുൾ എയർലാവലും ചീത്തവിളികളും തെറിവെക്കലുകളും ഒക്കെ ആയിരുന്നു പുള്ളി നേരിടേണ്ടി വന്നിട്ടുള്ളത്. പുള്ളിയുടെ ചാനലിൽ കമൻറ്റ് ബോക്സൊക്കെ ഒരു ടൈമിൽ ഭയങ്കര മോശം അവസ്ഥയായിരുന്നു. അപ്പോൾ മൂപ്പർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കുറേ FBക്കകത്തുള്ള പേജുകളിൽ കൊടുത്ത ക്യാപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപ്ഷനല്ല, ഇവൻ്റെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ബിഗ് ബോസിലെ മണിമുത്ത്, ഹേറ്റേഴ്സ് ഇല്ലാത്ത ബിഗ് ബോസ് താരം, ആളുകളുടെ കണ്ണിലുണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുകയാണ് ക്യാപ്ഷൻ. ഓഫ് കോഴ്സ് റിയാലിറ്റി എന്താണ്, ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് പുള്ളിയോടൊരു താല്പര്യക്കുറവ് ആക്ച്വലി ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മണിമുത്ത് ഹേറ്റേഴ്സ് ഇല്ലാത്ത ആൾ എന്നൊക്കെയുള്ള രീതിയിൽ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ താഴെ തെറി വരും. ഞാൻ ഉദാഹരണങ്ങളാട്ടോ എടുത്തെടുത്ത് പറയുന്നത്. പല സിറ്റുവേഷനിൽ പല ആൾക്കാർ ഇരയായ സാഹചര്യങ്ങളെ ഞാൻ ആക്ച്വലി പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ മൊത്തം തെറിവിളിയോട് തെറിവിളി. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിന് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല, സുഖമാണ് അവർക്ക്, ഏറ്റവും സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇവിടുത്തെ സിറ്റുവേഷനും ഇവിടുത്തെ ആളുകൾക്ക് മറ്റ് ഏതൊക്കെ ആൾക്കാരോട് ഏതൊക്കെ രീതിയിലാണ് അപ്രോച്ച്, ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് എന്നുള്ളൊരു സംഭവമൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഹേറ്റേഴ്സ് ഉള്ള ആളുടെ ഫോട്ടോ അങ്ങ് വെച്ച് അവരെക്കുറിച്ച് ഭയങ്കര പോസിറ്റീവായിട്ടൊരു ക്യാപ്ഷൻ അങ്ങ് ഇട്ടാൽ മതി. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് തെറി വിളിച്ചിട്ട് അങ്ങ് പൊക്കോളും. അഡ്മിന് ലാഭമാണ്, അവർക്ക് റീച്ചും കിട്ടും, പേജും അങ്ങ് ഉയർന്നു പൊങ്ങി അങ്ങ് പൊക്കോളും. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഉഷാറാണെന്നേ, മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഉഷാറാണ്. ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് വലിയ കണ്ടൻ്റായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ജസ്റ്റ് ഇതിങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധയിലൊക്കെ പെടുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരാറുണ്ട്, ഇറിറ്റേഷൻ തോന്നാറുണ്ട്. അതേപോലെ തന്നെ ചില സമയത്ത് ഞാൻ തമാശ രൂപത്തിലും ചിന്തിക്കാറുണ്ട് ആക്ച്വലി. പക്ഷേ ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത്ര സുഖമൊന്നുമല്ല കേട്ടോ. ലൈക്ക് ഇപ്പോൾ നിങ്ങളതിനൊന്ന് ചിന്തിച്ച് നോക്ക്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊരു മര്യാദയ്ക്ക് ഒരു ക്യാപ്ഷനും ഇല്ലാണ്ട് ഒരു ഫോട്ടോ നമ്മളിടുന്നു. വേറെ FBയിലൊക്കെ അവരുടെ അഡ്മിൻസ് നമ്മൾ വല്ല സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇതെടുത്തോണ്ട് പോയിട്ട് അതിൻ്റെ പൊക്കത്ത് അവന് തോന്നിയ വല്ല പൊക്കിയടി ക്യാപ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറിപ്പോയില്ലേ, നമ്മൾ വെട്ട്. മനസ്സിലായില്ലേ? നമ്മൾ പിന്നെയുള്ള തെറിവിളികളും ചീത്തവിളികളും മൊത്തം ഇരുന്ന് കേൾക്കണം. പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും പേഴ്സണലും ഒക്കെ വന്നിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് നമ്മളെ തെറി വിളിക്കും. ലൈക്ക് നീ ആണോടാ സുന്ദരൻ, നീ എവിടുത്തെ നടനാടാ, അല്ലെങ്കിൽ നീ എവിടുത്തെ ഗംഭീരം നാടാ പറയണത് നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൊട്ടന്മാർ ആ പോസ്റ്റും ക്യാപ്ഷനും കണ്ടിട്ട് നമ്മളെ പേഴ്സണലിൽ വന്നിട്ട് ചീത്തയും തെറിയൊക്കെ വിളിക്കും. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല.
ഇത് തെറി വിളിക്കുന്ന ആൾക്കാർക്കും ആ പോസ്റ്റ് ഇടുന്ന അവരാഴ്ച പരിപാടി കാണിക്കുന്ന അഡ്മിൻസിനും അവർക്ക് ലാഭമാണ്, അവർക്ക് സുഖമാണ്, അവർക്കൊന്നും അറിയണ്ട. അതായത് ഈ കൈ നനയാണ്ട് മീൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി. യൂട്യൂബിൻ്റെ അകത്തുള്ള കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഗോസിപ്പ് ചാനൽസ്, സീരിയസ്ലി മാൻ, അവിടെയും ഇത് തന്നെയാണ് കംപ്ലീറ്റ്ലി. അപ്പം ഞാനും ഒക്കെ ക്ലിക്ക് ബൈറ്റ്സ് ആക്ച്വലി ഇടാറുണ്ട്. പക്ഷേ ആളുകൾ വന്ന് കമൻറ്റ് ബോക്സിൽ നമ്മൾ വീഡിയോൻ്റെ അകത്ത് ആരെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ തെറി വിളിക്കാനുള്ള ഇട ഒരിക്കലും വരുത്താറില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള തരത്തിലൊന്നും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള പരിപാടികൾ കാണിക്കില്ല. അതൊരു തെറ്റത്തരായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് യൂട്യൂബിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ആ പണി കാണിക്കുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് പരിപാടി അങ്ങ് ഇട്ടിട്ട് അപരാധം പരിപാടി അങ്ങ് എഴുതി പിടിപ്പിക്കും. തുറന്നു നോക്കുന്ന സമയത്ത് ഈ ക്യാപ്ഷൻ ഇട്ടതായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ ക്യാപ്ഷനും തമ്പനയിലും മാത്രമാണ് വായിക്കുന്നത്. ഇത് വായിച്ചിട്ട് അങ്ങ് കയറി വരും, ഉള്ളെന്താന്ന് കേൾക്കൂല. ഇത് കയറി വന്നിട്ട് അതിൻ്റെ താഴെ പോയിട്ട് ഈ ക്യാപ്ഷനും തമ്പനയിലും അനുസരിച്ചിട്ട് അങ്ങ് പോയി തെറി വിളിക്കണേ. ആരെ? ഈ വീഡിയോ ഇട്ടവനെ അല്ല. വീഡിയോ ഇട്ടവനെ തെറി വിളിക്കുന്ന കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവനെയാണ് തെറി വിളിക്കേണ്ടത്, വീഡിയോ ഇട്ടവനെ ആയിരിക്കണം തെറി വിളിക്കേണ്ടത്. പക്ഷെ തെറി വിളിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപ്ഷൻ കണ്ടിട്ട്, ഈ തള്ളു ക്യാപ്ഷൻ, ഈ പുള്ളി പറഞ്ഞ പോലെ ഈ കമ്പാരിസൺ പരിപാടികൾ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം, ഈ പറഞ്ഞ ഹഷറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം, ഇതുപോലെയുള്ള ക്യാപ്ഷൻസ് കണ്ടിട്ട് അവിടെ പോയിട്ട് ആ ക്യാപ്ഷനിൽ ആരെയാണോ പരാമർശിച്ചിരിക്കുന്നത് അവന് തെറി മൊത്തം ഈ യൂട്യൂബിൻ്റെ താഴെ പോയി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റും. അങ്ങനെ കുറേ കളികളൊക്കെ ആക്ച്വലി നടക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഇനിയും നടക്കും. ഇതൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. പിന്നെ നമ്മളിതൊക്കെ ഒരു ഇതായിട്ട് സംസാരിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ, ഞാൻ എപ്പോഴും എല്ലാം എനിക്കത് എന്താ പറയുക, എൻ്റെ മൈൻഡിൽ നിന്ന് അങ്ങ് പോണില്ലടോ ആ ഒരു സംഭവം. നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ വൈഫ് മരിച്ച സമയത്ത് പോലും ജഗദീഷ് ചേട്ടൻ്റെ ഫോട്ടോ ആണ് ഇവർ തമ്പനയിലിട്ടുണ്ടായിരുന്നത്, ഈ ഗോസിപ്പ് ചാനൽസ്. ഇനി ഈ ചിരിയില്ല, ചിരി മാഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓഫ് കോഴ്സ് ഇത് പെട്ടെന്ന് ഈ ക്യാപ്ഷനും തമ്പനയിലും വായിച്ചിട്ട് വരുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക? പുള്ളിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളതാണ്. കയറി നോക്കുമ്പോഴും ഈ ഗോസിപ്പ് ചാനൽസിൽ ഇരുന്ന് ചിലയ്ക്കുന്ന ആൾക്കാർ കാര്യം പറയൂല. അവസാനം വരെ എന്താണ് വേറെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് ഏറ്റവും അവസാനമായിരിക്കും പറയുന്നത് ജഗദീഷ് ചേട്ടൻ്റെ ഭാര്യ അന്തരിച്ചു എന്നുള്ള രീതിയിൽ അവസാനമായിരിക്കും പറയുന്നത്. അപ്പം ഇത് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട്, FB റീച്ചിന് വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ട്, കാശിന് വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരവും തന്തില്ലാത്തരവും ചെറ്റത്തരവും കാണിച്ചിട്ട് എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല റീച്ച് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രം നടക്കുന്ന ആൾക്കാരാണ് ഈ പന്നകൾ. മനസ്സിലായ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അതായത് കൊന്നു തിന്നുക എന്ന് പറയില്ലേ, ഇതാണ് പരിപാടി. കൊല്ലും ചെയ്യും, അതിന് തിന്നുകയും ചെയ്യും. അവരുടെയൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള ചിന്ത, അവരുടെ ചിന്താഗതി എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വല്ല പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആക്ച്വലി. പിന്നെ കുറേ ഇപ്പോൾ FB തന്നെ പറയുകയാണെങ്കിൽ കുറേ കയ്യിന് വയ്യാത്ത കാലിന് വയ്യാത്ത ആളുകളൊക്കെ ആക്ച്വലി ഉണ്ടാകുമല്ലോ. അവരുടെ ഫോട്ടോസൊക്കെ ഇടും, അവരുടെ ഫാമിലി പിക്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ വല്ല പിക്ചേഴ്സ് ആക്ച്വലി ഇട്ടിട്ട് അതിൽ ക്യാപ്ഷൻ കൊടുക്കും, ഞങ്ങൾക്കൊരു ഹായ് തരുമോ, ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെ ആർക്കും ഇഷ്ടമല്ലല്ലോ, ഞങ്ങൾക്കൊന്നും ആരും ഹായ് തരില്ലല്ലോ, ഞങ്ങളോടൊന്നും ആരും സുഖമല്ലേ എന്ന് ചോദിക്കില്ലല്ലോ, ഞങ്ങൾക്കൊന്നും ആരും ഒരു ലൈക്ക് തരില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ ക്യാപ്ഷൻ കൊടുക്കും ഈ പാവം പിടിച്ച ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട്. ഇത് കാണുമ്പോൾ കുറേ ആൾക്കാർക്ക് എന്താ പറയുക, പാവം തോന്നിയിട്ട് അതിന് കുറേ ലൈക്ക് കൊടുക്കും, കമൻറ്റ് ബോക്സിൽ ഹായ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊന്നും പിന്നെ അല്ല ഹാനികരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും ആൾക്കാർക്ക് എന്തുകൊണ്ട് മനസ്സിലാവണില്ല? ഇതിലൊക്കെ കൊണ്ട് കമൻറ്റ് ചെയ്യുമ്പോൾ, ഇതിലൊക്കെ കൊണ്ട് ലൈക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? ഇതിൽ നമ്മളിവിടെ ഹായ് കൊടുത്തതുകൊണ്ടോ ഇവിടെ ലൈക്ക് അടിച്ചതുകൊണ്ടോ ആ പിക്ചറിൽ ആരുടെയൊക്കെ പടമാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് അറിയാനും പോകുന്നില്ല, അവരൊന്നും എക്സ്പെക്റ്റും ചെയ്യുന്നില്ല, ഒന്നുമില്ല. അവർക്ക് സന്തോഷം കിട്ടുന്ന ഒരു പരിപാടിയില്ല. ഫോട്ടോയിലുള്ള ആൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു പരിപാടിയല്ല അത്. അതിൻ്റെ അഡ്മിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് കയ്യിന് തൂക്കില്ലാതെ കാലിന് തൂക്കില്ലാതെ ആരുടെങ്കിലൊക്കെ പടമൊക്കെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ഈ സഹതാപത്തിനെ ലൈക്കാക്കി മാറ്റി, കമൻ്റാക്കി മാറ്റി, ആ പോസ്റ്റ് റീച്ച് കൂട്ടുക, ആ പേജിനെ റീച്ച് കൂട്ടുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പാവം പിടിച്ച് ഇവിടെ ലൈക്ക് അടിക്കാൻ വേണ്ടി പോകുന്ന, ഹായ്ന്ന് വിടാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളിടത്താണ് അവിടെയും ആൾക്കാരുടെയൊക്കെ തലച്ചോറ് എത്രത്തോളം ചുങ്ങിപ്പോകുന്നു, അത്രയ്ക്കൊക്കെ ഉള്ളോ ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. കഷ്ടമാണ്, അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഓരോ ഉദാഹരണങ്ങളാട്ടോ. നമുക്ക് ഈ കട്ടിങ്ങും പേസ്റ്റിങ്ങും പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ റോ ആയിട്ട് പറഞ്ഞു പോണത്. എക്സാമ്പിൾസ് പറയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പണി കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന അത്ര എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ പ്രിയവാര്യരെ പെട്ടെന്ന് എനിക്ക് വരാൻ കാരണം പ്രിയവാര്യരെ ഒരു ടൈമിൽ എരയായിരുന്നു. അയ്യോ അത് ആരായിരുന്നു? ഇപ്പോൾ അത് കൃഷ്ണകുമാർ ഫാമിലി നമുക്കറിയാം. എന്താണ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പുള്ളിയുടെ പാർട്ടിയോട് വിയോജിപ്പുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓക്കെ, വിയോജിപ്പുണ്ടായിക്കോട്ടെ. പക്ഷേ അവരോട് അങ്ങനെ ചില ആൾക്കാർക്ക് ഒരു താല്പര്യക്കുറവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ ഫാമിലി പിക്ചർ ഇട്ടിട്ട് എന്താണ് ഗംഭീര ഫാമിലി, അല്ലെങ്കിൽ ഈ ഫാമിലിക്ക് എത്ര ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അവരെ ചീത്ത വിളിപ്പിക്കുന്ന പരിപാടികളൊക്കെ അതും നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
തെണ്ടി ജീവിക്കുന്നത് ഇതിലൊരു അന്തസ്സുണ്ട്. തെണ്ടി ജീവിക്കുന്നത് തെറ്റല്ല. അവസ്ഥ മോശമായിട്ടുള്ള ആൾക്കാർ പിച്ചെടുക്കാറുണ്ട്. അത് അവരെ ഞാൻ ആക്ഷേപിക്കുകയല്ല. പക്ഷെ ഞാൻ പറയുക, ഇങ്ങനെ ഈ പറഞ്ഞ ഇങ്ങനെ ആൾക്കാരെ തെറി വിളിപ്പിച്ച് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ പൈസ ഉണ്ടാക്കുക, റീച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടിയോട് താല്പര്യം കാണിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഏതിലും ഭേദം പുറത്തിറങ്ങുക, ഒരു പെട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇറങ്ങുക, വരുന്ന ആൾക്കാരോടൊക്കെ കൈ നീട്ടുക, ചേട്ടാ ഒരു 10 രൂപ. രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് പോവും. ഉച്ചയ്ക്കുള്ള ബിരിയാണിക്കുള്ളതാവും. ഊണ് കഴിഞ്ഞ് പിന്നെയും ഇറങ്ങുക പെട്ടിയൊക്കെ എടുത്തിട്ട്. പിന്നെയും പൈസ തരും, രാത്രിക്കുള്ളതുമായി. എന്നിട്ട് സൈഡിൽ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങുക. അന്തസ്സുണ്ട്. അല്ലാണ്ട് ഈ പരിപാടി കാണിക്കലല്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. പറഞ്ഞു 10-17 മിനിറ്റ്. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഞാനിങ്ങനെ ലെങ്ത്ത് കൂട്ടാനായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന് വർത്തമാനം പറയുന്ന പോലെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിങ്ങനെ റോവായിട്ട് ഇങ്ങനെ പോവാണ്. ക്യാമറ ഓൺ ആക്കുന്നു, അടിച്ചു വിടുന്നു. ഇതാണ് പരിപാടി നമ്മുടെ. കാരണം നമുക്ക് ബുള്ളറ്റ് പോയിന്റ്സ് എഴുതി വെച്ച് പേപ്പർ നോക്കി വായിക്കണ സംഗതി ഇല്ല. സോ അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും എൻ്റെ കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ കംഫർട്ടബിൾ. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്കും പ്രയാസം തന്നെയാണ്. ഐ മീൻ വ്യൂവർഷിപ്പിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് വ്യൂ ഡ്യൂറേഷൻ കുറയും. ആളുകൾ ഇത്ര നേരം ഒന്നും ഇരുന്ന് കാണൂല, ഐനോ. പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇരുന്ന് രസിച്ച് സംസാരിച്ച് പോകുമ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. യൂട്യൂബിൻ്റെ അകത്ത് ഗോസിപ്പ് ചാനൽസ് വളരട്ടെ. അവർക്ക് നല്ല റീച്ചാണോ? യൂട്യൂബിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഗോസിപ്പ് അടിച്ച് നോക്കി അറിയാൻ വേണ്ടി പറ്റും. ഗോസിപ്പ് ചാനൽസിന് ഇത്തരത്തിലുള്ള ക്യാപ്ഷൻസ് ഇട്ട് വീഡിയോസ് ഇറക്കുന്ന ആൾക്കാർക്ക്, അവരാതും പറയുന്ന ആൾക്കാർക്ക്, അടുത്ത വീട്ടിലത്തെ കാര്യങ്ങൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ, അതിനെക്കുറിച്ച് പറയുന്ന വീഡിയോസൊക്കെ ഇടുന്ന ആൾക്കാർക്ക് ഒക്കെ നല്ല റീച്ച് ഉണ്ട്. നല്ല 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം റീച്ചൊക്കെ ഉണ്ട് ഗോസിപ്പ് ചാനൽസിന്. നല്ല സബ്സ്ക്രൈബർ കൗണ്ടും ഉണ്ട്. ഈ ഗോസിപ്പ് ചാനലാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അവരെ വിശ്വസിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇവിടെ ആക്ച്വലി ഉണ്ട്. അതൊക്കെയാണ് അവസ്ഥ. മനസ്സിലായ? അവർക്കാണ് റീച്ച്. FBയിലാണെങ്കിലും ഇത്തരത്തിലുള്ള പേജുകൾക്കാണ് റീച്ച്. ഇവിടെ ക്വാളിറ്റി കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എവിടെയുണ്ട് റീച്ച്? കമ്പാരിറ്റീവ്ലി ഈ ഗോസിപ്പിനും അപരാധങ്ങൾക്കും കിട്ടുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി കണ്ടന്റ് ഇടുന്ന ആൾക്കാർക്ക് കുറവാണ് ഇവിടെ കിട്ടുന്നത്. ഉണ്ട്, റീച്ച് കിട്ടുന്ന ആൾക്കാരുണ്ട്. ക്വാളിറ്റി കണ്ടന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് റീച്ച് കിട്ടുന്നവരോട് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും ഇവറ്റകൾ ഡിസർവ് ചെയ്യാത്ത റീച്ച് ഇവർക്ക് കിട്ടുന്നുണ്ട്. ഈ ഗോസിപ്പിങ്, മാനിപ്പുലേറ്റീവ് പരിപാടി പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഡിസർവ് ചെയ്യാത്ത റീച്ച് ആക്ച്വലി കിട്ടുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന റീച്ച് ഇവിടെ ഡിസർവ് ചെയ്യുന്ന, കയറി വരാൻ പറ്റാത്ത ആളുകൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരുടെയൊക്കെ വീഡിയോസ്, അവരുടെയൊക്കെ FB പോസ്റ്റുകളൊക്കെ, ക്വാളിറ്റിയുള്ള ആൾക്കാരുടെയൊക്കെ പോസ്റ്റുകൾ കൂടുതൽ ആളുകളിലേക്ക് പോയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. പക്ഷെ അതെവിടെ? കൂടുതൽ വ്യൂ ഡ്യൂറേഷൻസും കൂടുതൽ ഇൻട്രാക്ഷൻസും ഒക്കെ കിട്ടുന്നത് ഈ പറഞ്ഞ ഗോസിപ്പിനും അപരാധങ്ങൾക്കൊക്കെയാണ്. സോ ഒബ്വിയസ്ലി അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അൽഗോറിതം കൂടുതൽ പ്രൊമോഷൻസ് കൊടുക്കുകയുള്ളൂ. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.